വലതുവിങ്ങിൽ നിന്നും അയാളുടെ സ്വാഭാവിക കുതിപ്പ്. ലൗതാരോ മാർട്ടീനസിന് മനക്കണ്ണിൽ കണ്ടു നൽകിയ ക്രോസ്. ഉയർന്നു ചാടിയ ലൗതാരോ ഇംഗ്ലീഷ് വലയിലേക്ക് ബുള്ളറ്റ് ഹെഡർ പായിക്കുന്നു. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അർജന്റീന ഫൈനലിലേക്ക്. സെമി വരെയും വലിയ ടീമുകളെ കിട്ടിയില്ല എന്ന വിമർശകരുടെ കരച്ചിലും ഇനിയില്ല. ഹാരി കെയ്നും ബെല്ലിംഗ്ഹാമുമെല്ലാമുള്ള വമ്പൻ നിരയെ തറ പറ്റിച്ച് 1-1 കംബാക്ക്. 85 മിനിറ്റ് വരെ ഒരു ഗോളിന് പിറകെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു നോക്കൌട്ട് മാച്ചിൽ പിന്നീട് ഒരു തിരിച്ചുവരവ് അതികഠിനമാണ്. എന്നാൽ അർജന്റീനക്കത് ഇപ്പോൾ ഹരമാണ്. ഈജിപ്തിനെതിരെ, സ്വിറ്റ്സർലാൻഡിനെതിരെ, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരെ മിന്നും കംബാക്ക് വിജയം. ഗോളുകൾ കണ്ടില്ലെങ്കിലും ഫൗളുകൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത ആദ്യ പകുതി. 2 യെല്ലോ കാർഡുകൾ, 19 ഫൗളുകൾ. തല്ലുകൊള്ളുക അല്ലെങ്കിൽ തല്ലി മരിക്കുക എന്നതായിരുന്നു ഇരു ടീമുകളുടെയും നയം. എന്നാൽ രണ്ടാം പകുതി തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് ലീഡ് നേടി. വലതുവിങ്ങിൽ നിന്നുള്ള മോർഗൻ റോജസിന്റെ മികച്ചൊരു ക്രോസ് കൃത്യമായ ടച്ചിലൂടെ എമി മാർട്ടീനസിനെയും മറികടന്ന് അർജന്റീനയുടെ വല കുരുക്കി. ഗോൾ വീണതോടെ ഡിഫൻസ് കളിച്ച ഇംഗ്ലണ്ടിന് പക്ഷേ സ്കലോണി രണ്ടാം പകുതിയിലെ ഹൈഡ്രേഷൻ ബ്രേക്കിൽ തന്റെ കുട്ടികളുടെ കാതിൽ മന്ത്രിച്ച തന്ത്രങ്ങൾക്ക് കൂട്ടുവെക്കാനായില്ല. അർജന്റീനയുടെ ആദ്യ ഗോൾ 85 മിനിറ്റ് വരെ നീണ്ടത് ജോർദാൻ പീക്ക്ഫോർഡ് എന്ന ഇംഗ്ലണ്ടിന്റെ ഗോൾ കീപ്പറുടെ സാമർഥ്യം. ഒടുവിൽ മെസ്സി എടുത്ത കോർണറിൽ നിന്നും മികച്ചൊരു ലോങ് റേഞ്ചറിലൂടെ എൻസോ വല കുലുക്കി. മത്സരത്തിലുടനീളം ലോങ് റേഞ്ചറുകൾ കൊണ്ട് അമ്മാനമാടിയ എൻസോ അർഹിച്ച ഗോൾ കൂടിയായിരുന്നു അത്. ശേഷം കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ മെസ്സിയുടെ ഗംഭീരമായൊരു ക്രോസിൽ നിന്നും ലൗതാരോ മാർട്ടീനസ് അർജന്റീനക്കായി വിജയ ഗോൾ നേടി. ഇംഗ്ലണ്ടിന്റെ മോഹം അവിടെ അവസാനിച്ചു. ഗോൾ അടിച്ചില്ലെങ്കിലും 2 അസിസ്റ്റുകൾ നൽകിയ മെസ്സി തന്നെയായിരുന്നു കളിയിലെ താരം. ഇനി കലാശപ്പോര് മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ ജൂൺ 19-ന്. ഫ്രാൻസിനെ തകർത്തു വരുന്ന സ്പെയിനിന് താങ്ങുമോ ഈ കംബാക്ക് എഞ്ചിനുള്ള അർജന്റീനയെ? കാത്തിരുന്ന് കാണാം.